അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. റുഷുദമോളെ ഗാനം വൈറലായപ്പോ ചില ആളുകൾക്ക് നട്ടെല്ലുണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൊരു പോസ്റ്റ് കണ്ടല്ലോ. ഇപ്പൊ ഇത് പരിശോധിച്ചപ്പോ ഒരു വീഡിയോ കാണാൻ സാധിച്ചു. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. എങ്ങനെയുണ്ട്? പൊളിയാണ്, ഒരു രക്ഷയില്ല. മാഷാ അല്ലാഹ്. കണ്ടല്ലോ നിങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ പറയാം. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ തെറ്റ് ആര് ചെയ്താലും തെറ്റാണ്. ന്യായീകരിക്കാൻ ഒരാൾക്കും നിർവാഹമില്ല. നമ്മൾ വിമർശിക്കുന്ന സമയത്ത് തെറ്റിനെയാണ് വിമർശിക്കേണ്ടത്, അതല്ലാതെ ആ തെറ്റ് ചെയ്യുന്ന വ്യക്തികളെയല്ല. തെറ്റാണ് വിമർശിക്കപ്പെടേണ്ടത്. ഹബീബായ തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, ജനങ്ങളെ ക്ഷണിക്കുമ്പോ ബിൽ ഹിക്മതി വൽ മൗഇളത്തിൽ ഹസന, ജനങ്ങൾക്ക് നല്ല ഉപദേശമാണ് കൊടുക്കേണ്ടത്, അതല്ലാതെ നട്ടെല്ല് അതല്ലെങ്കിൽ സ്ട്രോങ് ഡബിൾ സ്ട്രോങ് അതല്ല ജനങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ നട്ടെല്ല് കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുന്നത് ഈ പ്രതിയോഗികളായ ആളുകൾ അത് ചില വിഭാഗത്തിന്റെ ആളുകൾ ആയതുകൊണ്ടാണോ, ചില പ്രത്യേക വിഭാഗം ആളുകൾ ആയതുകൊണ്ടാണോ സംശയിച്ചു പോവുകയാണ്. എന്തുകൊണ്ട്? കണ്ടു നോക്കൊരു വീഡിയോ. എന്താണ് ഈ കാണുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരു മതസ്ഥാപനമാണ് ഇത്. ക്ഷേത്രത്തിലോ ഉത്സവമോ അല്ല, വഹാബികളുടേതല്ല, സുന്നികളുടെ സ്ഥാപനമാണ് ഇത്. അപ്പൊ ഇവരെന്താ നട്ടെല്ല് കാണാതെ പോയത്? അപ്പൊ നട്ടെല്ല് ചില വിഷയങ്ങൾക്ക് മാത്രം നട്ടെല്ല്, ചില വിഷയങ്ങൾക്ക് നട്ടെല്ല് ഇല്ല, ഇങ്ങനെയാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജനങ്ങൾക്ക് വിഷയം പറഞ്ഞു കൊടുക്കുമ്പോൾ മാന്യമായിട്ട് പറയാം. മനസ്സിലാക്കിയെടുത്തോളം ഈ സമദി സഖാഫി എന്ന് പറയുന്ന ആള് ഇവരെ പോലെ പാട്ട് പാടുന്ന ആളാണ്. അപ്പൊ ഇവർ തമ്മിൽ പരസ്പരം സുഹൃത്ത് എന്ന നിലക്ക് തമാശക്കൊരു പാട്ട് പാടി, മാത്രമല്ല ആ പാട്ട് കൊണ്ട് കാണാത്ത കാഴ്ചയാണ് വലിയ വിഷയമായി മാറിയത്. ഈ കാണാത്ത കാഴ്ച എന്ന വാക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമായിരിക്കില്ല ഈ പാടിയവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമ്മളതിനെ യൂട്യൂബിൽ കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ അങ്ങോട്ട് പറഞ്ഞ് എവിടേക്കോ എത്തിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്ത് നേട്ടമാ ഉണ്ടായത്? കുറെ ആളുകള് ഉസ്താദുമാരെ മേൽ കുതിര കയറാണ്. ഉസ്താദുമാരൊക്കെ അങ്ങനെയാണ്, ഉസ്താദുമാരൊക്കെ ഇങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു. ഒരാളെ സംസാരം അധികരിച്ചാൽ ദോഷം അധികരിക്കും. ദോഷം അധികരിച്ചാൽ മാത ഖൽബുഹു, ഹൃദയം മരിക്കും. ഹൃദയം മരിച്ചാൽ ദഖല ഫിന്നാർ, നരകത്തിൽ കടക്കും. അതുകൊണ്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ഇടപഴകുമ്പോ സംസാരിക്കുമ്പോ 100 വട്ടം ആലോചിക്കണം, 100 വട്ടം ആലോചിക്കണം. ജനങ്ങൾക്ക് ഉപദേശം നൽകുമ്പോ നമ്മൾ രോമാഞ്ചം കൊള്ളലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല നിലക്ക് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.